സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം രണ്ടാഴ്ചയായിട്ടും ആശാ വർക്കേഴ്സുമായി ചർച്ചയ്ക്ക് തയ്യാറാകാതെ സർക്കാർ. അവകാശങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. കൂടുതൽ പ്രവർത്തകരെ സമരകേന്ദ്രത്തിലേക്ക് എത്തിക്കാനാണ് നീക്കം. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ സമരപ്പന്തലിലെത്തി. ഒരു കാരണവശാലും ഒരു ജനാധിപത്യ ഭരണകൂടം എന്ന് അവകാശപ്പെടുന്ന സംവിധാനം ആശാ സഹോദരിമാരെ ഒരു സമരത്തിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു. ഇന്ന് അധികാരത്തിലുള്ള സുഹൃത്തുക്കൾ എത്രയോ സമരം ചെയ്തവരാണ്. മിനിമം വേജസിന് വേണ്ടി അവർ നടത്തിയ സമര പരമ്പരകൾ എത്രയാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് തൃപ്തികരമായ വേതനം എന്നുള്ളത് തികച്ചും ന്യായമല്ലേ? ആശാ സഹോദരിമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ശരിയായി വിലയിരുത്തുന്ന ഒരാൾക്ക് പോലും അവരെ തള്ളി പറയാനാകില്ല, അവരുടെ അവകാശങ്ങളെ നിഷേധിക്കാനാകില്ല. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ഇവരുടെ സമരം രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ചിരിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവർ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ള പ്രതിസന്ധി കൂടിയുണ്ട്. ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകുന്നുമില്ല. വിശദാംശം. അനുജ, അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ പ്രവർത്തകർ സമരം നടത്തുന്നത്. രണ്ടാഴ്ച, ഇന്ന് 14-ാം ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമരത്തിന് ലഭിക്കുന്ന പിന്തുണയാണ്. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കുമെന്ന് പറയുന്നു, യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് പറയുന്നു, BJP നേതാക്കൾ സമരപ്പന്തലിലേക്ക് എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അത് നമ്മുടെ ദൃശ്യങ്ങളിലുള്ളത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഈ ആശാപ്രവർത്തകരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ പ്രകടനം ആശാപ്രവർത്തകരുടെ സമരപ്പന്തലിലേക്ക്, സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരപ്പന്തലിലേക്ക് എത്തിയതാണ് നമ്മൾ കാണുന്നത്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും, മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും അത് ഐക്യദാർഢ്യ പ്രകടനത്തിൽ പങ്കെടുക്കുന്നു. തൊട്ടുപുറകിൽ ദൃശ്യങ്ങളിലുള്ളത് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ വി എം സുധീരൻ, മുൻ ആരോഗ്യമന്ത്രി VS ശിവകുമാർ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ഒപ്പം കുട്ടനാട് നെൽ കർഷക സംരക്ഷണ സമിതിയുടെ ഭാഗമായി അവിടെ നിന്നുള്ള പ്രവർത്തകർ, ഈ ചലച്ചിത്ര താരം കൃഷ്ണപ്രസാദ് അടക്കമുള്ളവർ സമരത്തിന് പിന്തുണയുമായി ഇവിടെ എത്തി. അവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞതാണ്. ഇതിൽ വി എം സുധീരൻ പറഞ്ഞത് ഈ സമരം അവസാനിപ്പിക്കാൻ ഇപ്പോൾ തന്നെ വൈകിപ്പോയി, സമരത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ആശാപ്രവർത്തകരെ. എത്രയും വേഗം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇടപെട്ട് ഈ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കണമെന്നാണ് അല്പം മുമ്പ് വി എം സുധീരൻ പറഞ്ഞത്. ഇതുപോലെ ജനപിന്തുണ കണ്ട ഒരു സമരം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അനുജയിൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഇത്രയും പിന്തുണ ലഭിക്കുന്നുണ്ട്. കൂടുതൽ ആശാപ്രവർത്തകരെ ഈ സമരപ്പന്തലിലേക്ക് എത്തിക്കാനാണ് ആശാ വർക്കേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അവർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടന്നിട്ടുണ്ട്. അവർ മറ്റെല്ലാ സേവനങ്ങളും അവർ നിർത്തിവെച്ച് സമരരംഗത്ത് സജീവമായിരിക്കുകയാണ്. പലരും ആരോഗ്യ കാരണങ്ങളാൽ വിഷമിക്കുന്നുണ്ട്. കാരണം രാവും പകലും ഇവിടെ കഴിയുന്നുണ്ട്. പകൽ കൊടും ചൂടും അതുപോലെ രാത്രി കൊടും തണുപ്പും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും അവരുടെ ഈ അടിസ്ഥാന ആവശ്യങ്ങൾ അത് നിറവേറ്റാതെ സർക്കാർ അങ്ങനെ രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ആശാ വർക്കേഴ്സിന്റെ സമരം. ഒരു ചർച്ചയ്ക്ക് സർക്കാർ ഇനിയും തയ്യാറാകുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പൂർണ്ണമായും അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുള്ള സമരത്തിലാണ് ആശാ വർക്കർമാർ ഏർപ്പെട്ടിട്ടുള്ളത്. കോൺഗ്രസ് പിന്തുണയുമായി എത്തുന്നു. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് സമരപ്പന്തലിലേക്ക്.